മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നേ ദിവസം ഈ ഫാമിലി കൗൺസിലിംഗ് പ്രോഗ്രാമിൽ ഭാര്യമാർ ഒഴിവാക്കേണ്ട ചില വൈകല്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാൻ പരിശ്രമിക്കുക. ഒന്നാമതായിട്ട് അലസമായി വസ്ത്രധാരണം നടത്തുന്നതാണ്. ശുചിത്വത്തിൽ അശ്രദ്ധയോടെ കഴിയുക, വാരി വലിച്ചൊക്കെ ഇടുക, അത് നന്മയല്ല. അത് തീർച്ചയായിട്ടും കുടുംബത്തിന് ഒരു ബുദ്ധിമുട്ട് വരുത്തുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്, കൂടെ കുറ്റങ്ങൾ പറഞ്ഞ് താൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്കായി ആവർത്തിച്ച് മുറവിളി കൂട്ടി ഭർത്താവിനെ അലട്ടുക. എപ്പോഴും അയാളുടെ കുറ്റങ്ങൾ പറഞ്ഞ് ഇങ്ങനെ അതില്ല ഇങ്ങനെ പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ കുറേ പറയുമ്പം കുറേ കിട്ടുമല്ലോ എന്നുള്ള വിചാരമൊക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും നന്മയല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, ഇയാളെ വിവാഹം ചെയ്ത് അബദ്ധമായി പോയെന്നും മറ്റു വല്ലരെയും വിവാഹം ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ചിന്തിച്ച് സ്വയം പഴിച്ച് ദുഃഖിക്കുക. എൻ്റെ ദൈവമേ, പണങ്ങരുത്, ഈ തന്നെയാണ് എൻ്റെ ഗതികേട് തുടങ്ങിയത്. ഇങ്ങനെയുള്ള ചിന്തകൾ എപ്പോഴും പറയുമ്പോൾ അത് അസ്വസ്ഥത സൃഷ്ടിക്കും. സുഭാഷിതം 19:14 നമുക്കും പ്രസക്തമാണ്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമുക്ക് ജീവിത പങ്കാളിയെ ഒന്നിപ്പിക്കുകയാണ്. അതിനാദിയിൽ നിശ്ചയിച്ചതാണ്. തോബിത്ത് 6:17 പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ ബോധ്യം ഉണ്ടാവണം എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. നാലാമത്, ഇടയ്ക്കിടയ്ക്ക് പൊട്ടിത്തെറിക്കുകയും അങ്ങനെ ഭർത്താവിനെയും കുട്ടികളെയും അടക്കി നിർത്തുന്ന തന്ത്രം പ്രയോഗിക്കുക. ഇങ്ങനെ ഹാലിളകി പൊട്ടിത്തെറിക്കുമ്പം ഭർത്താവ് വിചാരിക്കും, അയ്യോ ഇനി കുഴപ്പമാവും, ഭർത്താവ് നാണങ്ങിയേക്കും. ഭർത്താവ് ഇച്ചിരി ചൂടായി വരുമ്പോഴായിരിക്കും ഇവള് പൊട്ടിത്തെറിച്ച് അതിനേക്കാൾ അപ്പുറത്ത് ബഹളം വെക്കുമ്പം പിന്നെ ഭർത്താവ് അങ്ങ് ഒതുങ്ങും, പിള്ളേർ ഒതുങ്ങിയേക്കും. ബഹളം വെക്കാതെ അയൽവക്കക്കാർ കേൾക്കുകയല്ലേ. അതൊരു തന്ത്രമായിട്ട് ഇപ്പം അവൾ പ്രയോഗിക്കുകയാണ്. എപ്പോഴും ഇങ്ങനെ അയാൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളങ്ങ് പൊട്ടിത്തെറിച്ചേക്കാം എന്ന് വിചാരിക്കുന്ന രീതികൾ അതൊഴിവാക്കേണ്ടതാണ്. അഞ്ചാമത്, അവരാമാപ്പിള സ്വഭാവം കാണിക്കുക എന്ന് പറഞ്ഞാൽ ഞാനവിടെ എല്ലാം അടക്കി ഭരിക്കുകയാണ്, അയാൾക്കൊന്നും ഒരു സ്വാതന്ത്ര്യവും, നമ്മൾ പറയുന്നതനുസരിച്ച് അയാൾ നിന്നോണം. ഇപ്പോൾ ചിലർ പാവങ്ങളൊക്കെ കുടുംബത്തിൽ ബുദ്ധിമുട്ടുണ്ടാകണ്ട എന്നൊക്കെ വിചാരിച്ച് കുറച്ചൊക്കെ അത് അംഗീകരിച്ചങ്ങ് പോവും, പുറത്തധികം പറയാറില്ല. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അത് ഒരിക്കലും ശരിയല്ല എന്ന് വിചാരിക്കും. ആറാമത്, വസ്ത്രം, ആഭരണം എന്നിവയ്ക്ക് പണം ദൂർത്തടിക്കുകയും യാത്ര നടത്താനും കാഴ്ചകളെ കാണാനായിട്ട് ഭ്രാന്തമായിട്ട് ശഠിക്കുക, ഒത്തിരി ഇങ്ങനെ അതിനുവേണ്ടി ബഹളം വയ്ക്കുന്ന രീതികൾ ഒഴിവാക്കേണ്ടതാണ്. 7, ഭർത്താവിൻ്റെ കഴിവിലും വരുമാനത്തിലും തൃപ്തിപ്പെടാതെ എന്നും പരാതി പറയുകയും മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തുകയും ചെയ്യും. നിങ്ങളെപ്പോലൊരാൾ തന്നെയല്ലേ തെക്കേക്കൂറ്റ് ഇന്നയാൾ, അയാളും നിങ്ങളുടെ ഓഫീസിലല്ലേ ജോലി ചെയ്യുന്നത്, എത്ര ഭംഗിയായിട്ടാണ് നടത്തുന്നത്, ഇവിടെ ഒരാളുണ്ട് എന്നാത്തിനു കൊള്ളാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അയാളെ വിഷമിപ്പിക്കും. മാത്രമല്ല അയാളും പതുക്കെ തെക്കേക്കൂറ്റ ആളിനെ പോലെ മോശമായ വഴികളോ അല്ലെങ്കിൽ ചിലപ്പോൾ അഴിമതിയും കൈക്കൂലി വാങ്ങിക്കാനും ഒക്കെ തുടങ്ങും. കാരണം നമ്മുടെ പ്രേരണയാണ് എന്ന് മനസ്സിലാക്കുക. 8, അമ്മയോ സഹോദരികളെയോ സ്നേഹിക്കുന്ന ഭർത്താവിനോട് എന്നെ നിങ്ങൾക്ക് വേണ്ട എന്ന് കൂടെ പരാതി പറയുകയും മറ്റു സ്ത്രീകളോട് കൂടുതൽ ഇഷ്ടമാണെന്ന് ധരിക്കുകയും ചെയ്യുക. അമ്മയെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരാവശ്യമാണ്, അമിതമാണെന്ന് ഞാൻ പറഞ്ഞില്ല, എങ്കിലും അതിന് പരാതി പറയുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് ശരിയല്ല. 9, തെറ്റായ ബാല്യകാല പരിശീലന ഫലമായി സെക്സിൻ്റെ കാര്യത്തിൽ ഭർത്താവുമായി ധാരണയിലെത്താതെ ജീവിക്കുക. സെക്സ് എന്ന് പറയുന്നതേ കുഴപ്പമാണ്. ചെറുപ്പത്തിൽ കിട്ടിയ പരിശീലനം അത് വെച്ചുകൊണ്ട് ഭർത്താവിനോട് സഹകരിക്കാതൊക്കെ ഇരിക്കുന്നതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു വൈകല്യമാണെന്ന് പറയാൻ അച്ഛൻ ആഗ്രഹിക്കുന്നു. അവസാനമായി, കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പുറത്തുള്ള കാര്യങ്ങളിലും പ്രവർത്തനങ്ങളിലും മറ്റും സമയം മുഴുവൻ ചെലവഴിക്കും. പള്ളിയോട് ബന്ധപ്പെട്ടാണെങ്കിലും പഞ്ചായത്തിനോട് ബന്ധപ്പെട്ടാണെങ്കിലും കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് നമ്മുടെ പ്രധാനപ്പെട്ട ജോലിയാണ്. അല്ലാതെ പൊതുകാര്യങ്ങളിൽ അങ്ങനെ ഏർപ്പെട്ട് പോവുക എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാകും. അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ചില കാര്യങ്ങൾ ഭാര്യമാരോട് നമ്മുടെ വൈകല്യങ്ങളാണ് അച്ഛൻ പറഞ്ഞത്, നന്മ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. പിണങ്ങരുത്, തീർച്ചയായിട്ടും സന്തോഷത്തോടെ അതിനെ സ്വീകരിച്ച്
നമുക്ക് ആ കുറവുണ്ടെങ്കിൽ അത് തിരുത്തുവാനായിട്ട് തീരുമാനമെടുക്കണമെന്ന് ഇന്ന് സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയാണ്. നമുക്ക് ഈ ആമുഖ ചിന്തകളോടെ ഇന്നത്തെ കത്തുകളിലേക്ക് കിടക്കാം. ആദ്യത്തെ കത്ത് ആലപ്പുഴയിൽ നിന്നും പണിക്കരാണ് ഈ കത്തെഴുതുന്നത്. സ്നേഹബഹുമാന അച്ഛ, ഞാൻ 48 വയസ്സുള്ള ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. വിവാഹിതനല്ല. ഞാനും അമ്മയും ഒന്നിച്ചാണ് താമസം. ചെറുപ്പം മുതലേ ഞാൻ മദ്യപിക്കുമായിരുന്നു. അനേകം കല്യാണാലോചനകൾ എനിക്ക് വന്നിട്ടുണ്ട്. പെൺകൂട്ടർ വരുമ്പോഴേ അവരോട് ഞാൻ മദ്യപാനിയാണ്, ദുർനടപ്പുകാരനാണ് എന്ന് പറയുമ്പോഴേ അവർ വീട്ടിലോട്ടേ വരാറില്ല. ഞാൻ എൻ്റെ സഹപ്രവർത്തകരുമായി എൻ്റെ കാര്യം പങ്കുവച്ചപ്പോൾ ക്രൈസ്തവരുടെ ചില കേന്ദ്രങ്ങളിൽ മദ്യപാനം നിർത്തുന്നതിനുള്ള ചികിത്സയും ധ്യാനവും ഉണ്ടെന്ന് അവർ പറഞ്ഞു. എന്നാൽ ചിലർ പറഞ്ഞു അത് അപകടമാണ്, ചികിത്സ കഴിഞ്ഞ് മദ്യപിച്ചാൽ നീ ഭ്രാന്തനാകും എന്നൊക്കെ. ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഞാൻ ശാലോം കാണുന്ന വ്യക്തിയാണ്. ശാലോമിലൂടെ എനിക്ക് ഇതിനു പറ്റിയ നല്ല മറുപടി തരാമോ? തീർച്ചയായിട്ടും ഗോവിന്ദ പണിക്കർ ശാലോം കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സഹോദരൻ്റെ നന്മ ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഗോവിന്ദ പണിക്കരുടെ ഇപ്പോഴത്തെ വിഷമവും ഞാൻ മനസ്സിലാക്കുന്നു. വിവാഹം നടക്കാത്തതിൽ ഒത്തിരി വേദന ഉണ്ടാകും എന്നറിയുന്നു. എന്നാൽ ചെറുപ്പം മുതലേയുള്ള ഈ മദ്യപാനശീലം നിർത്തണമെന്ന ആഗ്രഹം ഉള്ളിലുണ്ട് എന്നാണ് കത്തിലൂടെ എനിക്ക് മനസ്സിലാകുന്നത്. അത് സന്തോഷമുള്ള കാര്യമാണ്. നിർത്തണമെന്ന ആഗ്രഹമുണ്ടല്ലോ, അത് ഒത്തിരി സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ഞാൻ. ഇതിന് ധാരാളം കേന്ദ്രങ്ങളുണ്ട്. കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ അവരിങ്ങനെ സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. കേന്ദ്രങ്ങളുണ്ട്. ചികിത്സ കഴിഞ്ഞ് മദ്യപിച്ചാൽ ഭ്രാന്തനാകും എന്ന് കേട്ടതിൽ യാതൊരു കാര്യവുമില്ല. തെറ്റായൊരു കാര്യമാണ്. ഞാൻ ആരും പിണങ്ങരുത്. മദ്യപിക്കുന്നവർ തന്നെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കൂട്ടുകാരായ ഒരു നന്മയിലേക്ക് വന്നാൽ ഇവന് ഇച്ചിരിയുടെ കുറ്റബോധമൊക്കെ വരും. അതുകൊണ്ട് എടാ അതിന് പോകണ്ട എന്നൊക്കെ പറഞ്ഞ് പ്രേരിപ്പിക്കും എന്നുള്ളതാണ്. മദ്യപാനം മാറ്റാൻ ഡി അഡിക്ഷൻ സെൻ്ററുകളുണ്ട് ധാരാളം. ഇത് നമ്മളിലുള്ള നമ്മുടെ രക്തത്തിലുള്ള ആൽക്കഹോളിൻ്റെ അംശം ഗ്ലൂക്കോസ് കുത്തിവെച്ച് യൂറിനിലൂടെ കളയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മളെ ഒത്തിരി ഫ്രഷ് ആക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. അറിവുള്ളവർക്ക് ഇതറിയാം. കാരണം എനിക്കൊരിടവേ പരിചയമുണ്ട്. അയാൾ കുടിക്കുന്നയാളാണ്. പക്ഷേ ഇടയ്ക്ക് എന്നോട് പറയാം, അച്ഛാ എനിക്ക് ഇച്ചിരി ഡീറ്റോക്സിഫിക്കേഷൻ വേണം. അയാൾ പോയി നടത്തും. തിരിച്ചു വന്ന് പിന്നെ തുടങ്ങും. അയാൾക്ക് കൂടി നിർത്താൻ പ്ലാനൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഫ്രഷ് ആകണമെന്നാണ് പറയുന്നത്. ഈ വിഷമൊക്കെ എല്ലാം അടിച്ച് കയറ്റില്ല അച്ഛാ, ഇച്ചിരി ഫ്രഷാണ്. ഇടയ്ക്കിടയ്ക്ക് അയാൾ പോയി ചെയ്യും ഇത്. അതിനോട് ഞാൻ റെക്കമെൻഡ് ചെയ്യുമല്ല. എന്നാലും ഞാൻ പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ടെങ്ങാനും ഒന്ന് കുടിച്ചു പോയാൽ ഉടനെ ഭ്രാന്ത് പിടിക്കുമെന്നൊക്കെ ഉള്ളത് തെറ്റായൊരു അറിവാണ് എന്ന് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ നമ്മൾ ഈ ചികിത്സ നടത്തേണ്ടത് എന്നേക്കുമായ ദുശ്ശീലം ഉപേക്ഷിക്കാനാണ്. അല്ലാതെ ഞാൻ ഇതുപോലെ ചെയ്യാൻ ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ധ്യാനവും ഉപകാരപ്രദമാണ്. ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുക്കുക. ഞാൻ ഗോവിന്ദ പണിക്കരുടെ സ്വാതന്ത്ര്യത്തിന് വിടുകയാണ്. ഇന്നത് എന്ന് പറഞ്ഞതിൽ ഞാൻ ചില സജഷൻസ് തരുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനായിട്ട് കൗൺസിലിങ്ങും ഫലപ്രദമാണ്. നന്നായിട്ട് കൗൺസിലിംഗ് നടത്തുന്ന വ്യക്തികൾ വേണ്ട ഡയറക്ഷൻസ് തരുന്നുണ്ട്. ഇത് ആലപ്പുഴ നിന്നാണ് എഴുതിയിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് പറയുന്നതേ ഉള്ളൂ കേട്ടോ. അവിടെ നമുക്ക് ആക്സെപ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഡി അഡിക്ഷൻ സെൻ്ററുണ്ട്. അത് നമുക്ക് യാതൊരു അപകടവുമില്ലാത്ത ഒരു സെൻ്ററാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. കൂടാതെ തിബേരിയൂസ് സ്നേഹതീരം എന്നൊരു ധ്യാന മന്ദിരം അതിന് തൊട്ടടുത്തായിട്ട് തന്നെയുണ്ട്. രണ്ട് ആളുകൾ നടത്തുന്നതാണെങ്കിലും അതും പ്രത്യേകിച്ചും ഈ മദ്യത്തിൻ്റെ വിഷമങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി തന്നെയുള്ള ഒരു ധ്യാനമാണ്. അതും ഫലപ്രദമാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. താല്പര്യം പോലെ ഏതും ഗോവിന്ദപ്പണിക്കർ സ്വീകരിക്കാം. ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. ഏതായാലും തിന്മയെ കൈവെടിഞ്ഞ് നല്ലൊരു കുടുംബജീവിതം ആരംഭിക്കും. നമുക്ക് ഗോവിന്ദപ്പണിക്കർ അറിയാമെങ്കിലും ഞാനൊന്ന് കോട്ട് ചെയ്യുകയാണ്. മദ്യപാനം ബ്രഹ്മഹത്യക്ക് തുല്യമായ പാതകമാണെന്നാണ് മഹാഭാരതം പറയുക. അപ്പം മദ്യപാനം എന്ന് പറഞ്ഞാൽ ബ്രഹ്മഹത്യക്ക് തുല്യമാണെന്ന് പറഞ്ഞാൽ തമ്പുരാനെ കൊല്ലുന്നതിന് തുല്യമാണെന്നാണ് പറയുക. അത്രയ്ക്ക് ഇതായിട്ടാണ് മഹാഭാരതം അവതരിപ്പിച്ചിരിക്കുന്നത്. മദ്യം ബുദ്ധിയെ നശിപ്പിക്കുന്നുവെന്ന് ഭഗവത്ഗീത പറയുന്നു. അപ്പം മതഗ്രന്ഥങ്ങളെല്ലാം അതെടുത്തു പറയുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ഗോവിന്ദ പണിക്കർക്കായിട്ട് പ്രാർത്ഥിക്കും.
ഈ ഏതെങ്കിലും മാർഗങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് ഉചിതമായ മാർഗങ്ങൾ സ്വീകരിക്കുവാൻ ഞാൻ അങ്ങേ ക്ഷണിക്കുകയാണ്. നിമ്മ എന്ന് പറയുന്നതിനെ പറ്റി. മദ്യപാനം ഒരു വിപത്ത് തന്നെയാണ്. ഇത് വളരെ ചെറുപ്പം മുതലേ മദ്യപാനിയായിരുന്നു. അപ്പോൾ കൂട്ടുകാർ പറഞ്ഞതനുസരിച്ച് ശരിയാണ്, കത്തോലിക്കരുടെ കേന്ദ്രങ്ങളിൽ ഒത്തിരി സ്ഥലങ്ങളിൽ ഇപ്പം മദ്യപാനത്തിന് വേണ്ടിയുള്ള ചികിത്സയുണ്ട്. ഡി അഡിക്ഷൻ സെൻ്ററുകളുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ആലപ്പുഴ ജില്ലയിൽ തന്നെ അക്സെപ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ചികിത്സിക്കാം. അപ്പം അമ്മ മാത്രമേ ഉള്ളൂ കൂടെ നിൽക്കാനായിട്ട്. കൂട്ടുകാരാണെങ്കിലും ആരെങ്കിലും മതി. അവിടെ ചികിത്സയ്ക്കൊക്കെ ആരെങ്കിലും ഒരാൾ സഹായത്തിന് വേണമെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ കൂട്ടുകാർ ഈ പറഞ്ഞ കൂട്ടുകാരെ തന്നെ സംഘടിപ്പിച്ചു അവിടെ പോയി ചികിത്സ തേടാം. പിന്നെ ചികിത്സിച്ചാൽ ഭ്രാന്തുണ്ടാകും, അത് കഴിഞ്ഞാൽ ഭ്രാന്തുണ്ടാകും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അത് അങ്ങനെ പറയുന്നത് മദ്യപാനം കംപ്ലീറ്റ് ഉപേക്ഷിക്കാൻ വേണ്ടി ഒരു പക്ഷേ സ്നേഹിതർ അതിനുവേണ്ടി പറയുന്നതാണോന്ന് അറിയത്തില്ല. വീണ്ടും മദ്യപാനം നടത്താതിരിക്കാൻ വേണ്ടി അതിനു വേണ്ടി പറയുന്നതല്ല. ഷാപ്പി എന്ന് പറയുന്നത് കേട്ടവർ എന്നോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവർ പോരുതെന്നുള്ള പോയാടെ കുഴപ്പമാടാന്ന് പറയുന്നത്. അപ്പം അവർ ഇതിൽ പോസിറ്റീവായിട്ട് എടുത്താൽ മതി. ഞാൻ മദ്യപാനം നിർത്താൻ വേണ്ടി പോയതല്ലേ, പോയിട്ട് ചികിത്സിച്ചിട്ട് തിരിച്ചു വന്നിട്ട് മദ്യപിക്കണ്ട. അപ്പോൾ എനിക്ക് ഭ്രാന്തുണ്ടാകത്തില്ല. ഒരബദ്ധം പറ്റിയാൽ ഈ ഒരു ടെൻഡൻസിയിലാണല്ലോ അവരുടെ. അപ്പോൾ ആ മദ്യപാനം ഉപേക്ഷിക്കുക. പിന്നെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഈ കൂടെ ഉള്ള സഹപാഠികളോട് പറയുക, പ്രത്യേകം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പറയാം. അപ്പം പലരും പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിടുതൽ ലഭിക്കും. പിന്നെ എവിടെയെങ്കിലും ഒരു കൗൺസിലിങ്ങിന് പോകുന്നത് നന്നായിരിക്കും. ഇഷ്ടമുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഈ ധ്യാന കേന്ദ്രങ്ങളിൽ പോയി ധ്യാനം നടത്തി മദ്യപാനത്തിൽ നിന്നും വിമുക്തി നേടുവാനുള്ള പരിശ്രമം നടത്തുന്നത് നന്നായിരിക്കും. ഇപ്പോൾ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ധ്യാനമോ ഒക്കെ നടത്തി ഏതായാലും തിന്മയിൽ നിന്ന് പുറത്ത് വരണം എന്നുള്ളതാണ് നിമ്മയുടെ അഭിപ്രായം. ടോമിഷ് എന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഗോവിന്ദപ്പണിക്കർ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അമിതമായ ആഗ്രഹം കൊണ്ടായി കത്തെഴുതിയിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് സൈനാണ്. ശരിയാണ്, എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന ഗോവിന്ദപ്പണിക്കരുടെ ആ ഒരു വലിയ ആഗ്രഹമാണ് ഈ കത്ത്. ഇപ്പം അച്ഛനെ തപ്പിയെടുത്തു, അഡ്രസ്സ് ഇട്ടുപിടിച്ചു, ലെറ്റർ എഴുതി ഒക്കെ. തീർച്ചയായിട്ടും ആ മനുഷ്യൻ ഒത്തിരി അതിനകത്ത് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ആഗ്രഹം തന്നെ അനുഗ്രഹത്തിന് കാരണമാണ്. രണ്ട്, ഈ പ്രാന്ത് പിടിക്കും എന്ന് പറയുന്നത് അച്ഛൻ പറഞ്ഞതുപോലെ തെറ്റാണെന്ന് ഒരിക്കൽ കൂടി പറയാനും ഞാനും ആഗ്രഹിക്കുക. അങ്ങനെ ആളുകൾ പറയാനുള്ള ഒരു കാരണം, ഈ മദ്യപിച്ച് നമ്മൾ മദ്യപാനം നിർത്തുന്നത് ഏത് ലെവലിൽ കഴിച്ചിട്ടാണോ, അതായത് 2 പെഗ് അടിച്ചുകൊണ്ടിരിക്കുന്നവൻ ആ അവസരത്തിലാണ് നിർത്തുന്നതെങ്കിൽ ഇവൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ 2 പെഗ് അടിച്ചേ അവൻ നിർത്തത്തുള്ളൂ. അരക്കുപ്പിയോ 1 കുപ്പിയോ കുടിക്കുന്നതാണെങ്കിൽ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവൻ എവിടെ നിർത്തിയോ അത്രയും ആൽക്കഹോളിക്കിൻ്റെ കണ്ടൻറ്റ് ഇവൻ്റെ ഉള്ളിൽ ചെന്നാലേ ഇവന് സംതൃപ്തിയാകത്തുള്ളൂ, കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു തലത്തിൽ ആ ഒറ്റയടിക്ക് കുടിച്ച് കഴിയുമ്പോൾ ഇവന് ലക്ക് കൂടുതൽ പ്രാഞ്ചലുണ്ടാകും. ഇത് കാണുമ്പോഴാണ് ഇവർ ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇറക്കുന്നത്. അതേസമയം ഇവൻ നേരത്തെ കുടിച്ചതുപോലെ കുടിച്ചവൻ 2-3 ദിവസം കഴിയുമ്പോൾ നോർമലാണ്. കാരണം അവനത് കുറച്ച് നാളത്തേക്ക് അവൻ്റെ ശരീരത്തിൽ നിന്ന് ഈ കണ്ടൻറ്റ് വിട്ടു നിൽക്കുകയും വീണ്ടും ഒന്നിച്ച് ഇവനടിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്നൊരു ഇതേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് ഭ്രാന്തുണ്ടാകത്തില്ല, മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. ഇനി തീർച്ചയായിട്ടും ഈ ഗോവിന്ദപ്പണിക്കരത് നിർത്തി രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ രക്ഷപ്പെടുക എളുപ്പമല്ല. അല്ല അത്രയും ചെറുപ്പം മുതൽ തുടങ്ങിയതാ അടിമയാണ്. അപ്പോൾ അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് ധ്യാനങ്ങളുണ്ട്. തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞതുപോലെ സ്നേഹതീരം ആലപ്പുഴ പുന്നപ്ര ഉള്ള ഒരു ധ്യാന സെൻ്ററാണ്. അവിടെ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ലാതെ 5 ദിവസത്തെ ധ്യാനമാണ്. എനിക്കത് അറിയാവുന്നതുകൊണ്ട് ഞാനത് പറയുന്നത്. 5 ദിവസത്തെ ധ്യാനമാണ്. ആ ധ്യാനത്തിനകത്ത് ഒത്തിരി പേര് തീരുമാനമെടുത്തിട്ട് ഇനി കുടിക്കത്തില്ല എന്ന് പറഞ്ഞ് കുടിക്കാതെ ജീവിക്കുന്നവരുണ്ട്. ഇനി അതുപോലെ തന്നെ ധ്യാനം ചങ്ങനാശ്ശേരി കുന്തന്താനത്ത് സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ധ്യാന സെൻ്ററുണ്ട്. അവിടെ 3 ദിവസമാണ്. എല്ലാ മാസത്തിൻ്റെ അവസാനത്തെ 3 ദിവസം മദ്യപാനികൾക്ക് വേണ്ടി മാത്രം ധ്യാനമുണ്ട്. വെള്ളിയാഴ്ച തുടങ്ങിയാൽ ഞായറാഴ്ച തീരും. അപ്പോൾ അതിനകത്ത് പോയി മദ്യപാനം നിർത്തിപ്പോയവരും ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഗോവിന്ദപ്പണിക്കർ അതുകൊണ്ട് മാത്രം മതിയാകുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയും അഡിക്റ്റഡ് ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നോക്കിക്കോ, ഇതിലെവിടെയെങ്കിലും പോയി ധ്യാനം കൂടിയിട്ട് രക്ഷപ്പെടാൻ പറ്റുന്നെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് പോകണം. ട്രീറ്റ്മെൻറ്റ് ഗവൺമെൻറ് അനുവദിച്ച് ചെയ്യുന്നതാണ്. അത് കത്തോലിക്ക സഭയുടെ മാത്രമൊന്നുമല്ല. കത്തോലിക്കർ അതിന് നേതൃത്വം കൊടുക്കുന്ന വൈദികരുള്ളതുകൊണ്ട്
അവരെ ഗവൺമെൻറ് ആ ചുമതല ഏൽപ്പിച്ച് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ് ഈ അക്സെപ്റ്റൊക്കെ. അത് രാജ്യദ്രോഹ കുറ്റമോ വേറൊന്നുമല്ല. എല്ലാവർക്കും അവകാശപ്പെട്ടതാ, സർക്കാർ അതിന് ഈട് കൊടുക്കുന്നതാ. പോയി സന്തോഷത്തോടെ അതിൽ പങ്കെടുത്തിട്ട് ജീവിതത്തെ രക്ഷപ്പെടുത്താൻ നോക്കുക. പറയുന്ന ന്യായങ്ങളൊന്നും അതിന് ബാധകമല്ല. ആളുകൾ പറയുന്നൊന്നും ചെവിക്കൊള്ളുകയേ വേണ്ട. ഗോവിന്ദ പണിക്കരുടെ വ്യക്തമായ ബോധ്യം നിങ്ങൾക്കുണ്ടായിട്ടാണ് നിങ്ങൾ ഇത്രയും താല്പര്യപൂർവ്വം രംഗത്ത് വന്നേ. അതുകൊണ്ട് പോയി നിങ്ങളുടെ ജീവിതം നിങ്ങൾ കരുപിടിപ്പിക്കണം. ഇത്രയും പ്രായമായി, ഇനി ഒരു വിവാഹം ഒത്തിരി നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പറ്റാതെ പോകും. അപ്പോൾ ഈ കേൾക്കുന്ന ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുക, എവിടെയെങ്കിലും പോകുക, നിങ്ങളുടെ ജീവിതം ജീവിക്കാനുള്ളത് അത് നശിപ്പിച്ച് കളയരുത്. അതുകൊണ്ട് അത് ഒരു ചികിത്സയിലൂടെ തന്നെ നീങ്ങണം. അതോടൊപ്പം എനിക്ക് ഗോവിന്ദ പണിക്കരോട് പറയാനുള്ളത്, ചെറിയ വിഡ്രോവൽ സിംറ്റംസ് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അബ്രപ്റ്റായിട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പം എനിക്കൊരു അപരിചിതത്വമൊക്കെ ഫീൽ ചെയ്യും. അത് ഈ പറഞ്ഞ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിൽ അവർ ടേക്ക് കെയർ ചെയ്തോളും. നമ്മളതിനെപ്പറ്റി ഒന്നും ബോധർ ചെയ്യണ്ട, അവരത് ശ്രദ്ധിക്കുകയും വേണ്ട, നിർദ്ദേശം കൊടുക്കുകയും ചെയ്തോളും. അങ്ങനെ ചെയ്യാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളാം. നമുക്ക് അടുത്ത കത്തിലേക്ക് കിടക്കാം അല്ലേ? അടുത്ത കത്ത് തലവടിയിൽ നിന്ന് ജോയി എന്ന കർഷകനാണ് എഴുതുന്നത്. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, മാതാപിതാക്കളും ഭാര്യയും 3 മക്കളും അടങ്ങുന്ന എൻ്റെ കുടുംബം സംരക്ഷിച്ചു പോകുവാൻ ഞാൻ വളരെ കഷ്ടപ്പെടുന്നു. കൃഷിയിൽ നിന്നും ആദായം ഫലദായകമായി ലഭിക്കുന്നില്ല. ഇതിനിടെ ചെറിയ ബിസിനസ്സിലേക്ക് തിരിഞ്ഞു, അതും നഷ്ടത്തിൻ്റെ കണക്ക് മാത്രം. കടബാധ്യതയാൽ ഞാൻ വളരെ ഭാരത്തിലാണ്. ദൈവകോപമോ ദൈവത്തിന് എന്നോട് ഇഷ്ടമില്ലായ്മയോ എന്തെന്ന് എനിക്കറിയില്ല. എൻ്റെ മനസ്സ് ആകെ അസ്വസ്ഥമാണ്. ഞാൻ എന്തു ചെയ്യണം? എനിക്ക് ശാലോമിലൂടെ ഒരു മറുപടി തന്ന് എൻ്റെ കുടുംബത്തെ രക്ഷിക്കണമേ. ജോയി, ഇത് ഒട്ടേറെ ആളുകളുടെ ഒരു കൺഫ്യൂഷനാണ് മനസ്സിൽ. നന്നായിട്ടൊക്കെ ജീവിക്കുന്ന വ്യക്തികൾക്ക് സാമ്പത്തിക ബാധ്യതയും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുമ്പോൾ പലരും ചിന്തിക്കുന്നുണ്ട്, ഇതെന്താ അല്ല ദൈവകോപമാണോ, ദൈവത്തിന് എന്നെ ഇഷ്ടമില്ലേ, എന്താ എന്നോടിങ്ങനെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എൻ്റെ അടുത്ത് പലരും അങ്ങനെയുള്ള പ്രശ്നങ്ങളുമായിട്ട് വരാറുമുണ്ട്. അതുകൊണ്ട് ജോയിയെ ഞാൻ നന്നായി മനസ്സിലാക്കുന്നു. കടബാധ്യതയാണ് ജോയിയെ വിഷമിപ്പിക്കുന്നത്. ഈ സഹനം ദൈവകോപമാണെന്നുള്ള ചിന്ത തന്നെ ഒരിക്കലും ശരിയല്ല. അതൊരു തെറ്റായ ചിന്തയാണ്. പഴയ നിയമ സാഹചര്യങ്ങളിൽ ഇങ്ങനെ ചിന്തിച്ചിരുന്നവരുണ്ട്. സഹനം പാപത്തിൻ്റെ ഫലമാണെന്നൊക്കെ ചിന്തിച്ചിരുന്നവരുണ്ട്. പക്ഷെ കർത്താവ് തന്നെ അതിനെ തിരുത്തുകയുണ്ടായി. ജോയിക്കറിയാം, യോഹന്നാൻ സുവിശേഷം 9:1-3 വരെ വാക്യങ്ങളിൽ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം നിമിത്തമല്ല ഈശോ പറയുകയാണ്, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. ഉണ്ടാകുന്ന സഹനങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. എങ്ങനെ പ്രകടമാകും? പല വിധത്തിലാണ് പ്രകടമാകുക. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രകടമാകാൻ വേണ്ടി നമുക്ക് ചില സഹനങ്ങൾ ദൈവം നൽകും. ഭയപ്പെടുത്താനല്ല അച്ഛൻ പറയുന്നത്, നമുക്കെല്ലാവർക്കും ഉണ്ടാകും. സഹനം ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ ഭാഗമാണ്. സഹിക്കേണ്ടതിൻ്റെ ആവശ്യം എടുത്തു പറഞ്ഞ് ഈശോ സ്നേഹം വെളിപ്പെടുത്തി. യോഹന്നാൻ 16:20-22 പറയുന്നത്, നിങ്ങൾ കരയും എന്നാൽ ലോകം സന്തോഷിക്കും. അവിടെ യോഹന്നാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ കരയും, ലോകം എന്ന് പറഞ്ഞാൽ എന്നെ അറിയാത്ത ലോകം സന്തോഷിക്കും എന്ന അർത്ഥത്തിൽ തന്നെയാണ്. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. എന്നിട്ട് പ്രസവവേദനയുമായിട്ട് താരതമ്യപ്പെടുത്തുകയാണ്. കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന ആ സന്തോഷം പോലെയാണ് നിങ്ങളുടെ ഈ വേദനകൾ എന്ന് തന്നെയാണ് ഈശോ പറയുക. ആ സന്തോഷം ആരും നിങ്ങളിൽ എടുത്തു കളയുകയില്ല. ദൈവം തരുന്ന ആ സന്തോഷത്തെക്കുറിച്ചാണ് പറയുക. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറയുന്നുണ്ട്, സഹനം കർത്താവിൻ്റെ സ്നേഹ ചുംബനങ്ങളാണ്. അസീസി അനുഭവിച്ചറിഞ്ഞ മനുഷ്യനാണ്. ശരിക്കും ഉൾക്കൊണ്ടിട്ട് പറഞ്ഞിട്ടുള്ളതാണ് നമുക്കറിയാം. റോമ 8:28 നമ്മൾ സാധാരണ ഉദ്ധരിക്കുന്നതാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. റോമ 8:28 പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി ക്രമീകരിക്കുന്നു. എന്നിട്ട് തൊട്ടടുത്ത വാക്യം 29-ാം വാക്യം, അതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്തിനാ? താൻ മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തിലാക്കാൻ വേണ്ടിയാണ്. പുത്രൻ്റെ സാദൃശ്യം ഏതാ? ജോയി വിഷമിക്കരുത്, പുത്രൻ്റെ സാദൃശ്യം വേറൊന്നുമല്ല, കുരിശിൽ കിടക്കുന്നത്. അപ്പോൾ ഈ കുരിശിൽ കിടക്കുന്ന പുത്രൻ്റെ സാദൃശ്യത്തിലേക്ക് നമ്മളെ ആക്കാൻ വേണ്ടി ദൈവം നമുക്ക് ചില സഹനങ്ങൾ തരും.
ആ സഹനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സഹിക്കുമ്പോൾ പുത്രനോടൊപ്പമാണെന്ന് ഓർക്ക്. യോഹന്നാൻ 12:24 ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞാലേ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഓർക്കുക. ഉൽപ്പത്തി 45:1 മുതൽ 8 വരെ ഒരുപിടി സഹനങ്ങളിലൂടെ ജോസഫ് കടന്നുപോയി. എങ്കിലും ദൈവമാണ് എന്നെ നയിച്ചത് എന്ന ബോധ്യം ജോസഫ് പ്രകടമാക്കുകയാണ്. 1 കൊരിന്തോസ് 1:18 കുരിശ് രക്ഷയിലൂടെ ചരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ശക്തിയാണെന്നെടുത്ത് പറയാണ്. ജോയി ഒരിക്കലും തളരരുത്. ദൈവത്തിനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഇഷ്ടമായതുകൊണ്ടാണ്. അതുകൊണ്ട് തളരാതെ ഉറച്ചു നിന്ന് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കാം, കാര്യങ്ങൾ മാറും, നന്മ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ നേരുകയാണ്. ഇതേക്കുറിച്ച് ടോമിച്ചൻ എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഞാനും ഒരു കർഷകനായതുകൊണ്ട് ഒത്തിരി വികാരത്തോടു കൂടിയാണ് ഞാൻ ആ കത്ത് കേട്ടത്. തീർച്ചയായിട്ടും ഞാനൊരു നെൽകർഷകൻ ആണ് ബേസിക്കലി. കണ്ടത്തിൻ്റെ വരമ്പേൽ നടന്ന് കരഞ്ഞിട്ടുള്ള ദിനങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. മുന്നോട്ട് പോകാൻ മാർഗമില്ല, ഒത്തിരി പ്രത്യാശയോടെ കൃഷി ചെയ്തു, അതും ഫലം കിട്ടാതെ പോകുമ്പം താങ്ങാവുന്നതിലപ്പുറം ഭാരം മനുഷ്യനുണ്ടാകുക സ്വാഭാവികമാണ്. അച്ഛൻ മുമ്പേ പറഞ്ഞ പോലെ 1, 2, 10 പേരല്ല, ആത്മാർത്ഥമായിട്ട് ഈ ഫീൽഡിൽ, കാർഷിക ഫീൽഡിൽ നിൽക്കുന്ന അനേകരുടെ ഒരു വിഷയമായത്. കുടുംബത്തെ നന്നായിട്ട് കൊണ്ടുപോകാൻ, ബാക്കിയുള്ളവരൊക്കെ നന്നായിട്ട് കൊണ്ടുപോകണം, നമ്മുടെ കുടുംബം കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും ആദായം കൊണ്ട് നമുക്ക് കാര്യങ്ങൾ നടക്കുന്നില്ല. ഇനി പലപ്പോഴും നമ്മൾ ആഗ്രഹത്തോടെ കൃഷി ചെയ്യും, ആദായം കിട്ടാതെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പം എൻ്റെ നിലത്തിൻ്റെ അടുത്ത് ഒരു വ്യാകുല മാതാവിൻ്റെ പള്ളിയുണ്ട്. ഞാൻ വല്ലവരും കണ്ടാലും ഭ്രാന്തനാണെന്ന് വല്ലതും തോന്നുമല്ലോ എന്നൊക്കെ മനസ്സിലുണ്ടെങ്കിൽ പോലും ആ തോടിനിക്കരെ കണ്ടത്തിൻ്റെ വരമ്പെ മുട്ടുകുത്തിയിട്ട് ഞാൻ അവിടെ കൈ പിടിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് താങ്ങാവുന്നതിലപ്പുറം ഭാരം വരുന്ന അവസരങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കുടുംബത്തെ പോറ്റാൻ മാർഗമില്ലാതെ വിഷമിക്കുന്ന സാഹചര്യങ്ങൾ, അവിടെയൊക്കെ എൻ്റെ ദൈവം എന്നെ കൈപിടിച്ച് നടത്തിയ ബോധ്യങ്ങളാണ് ഇന്നെനിക്ക് പ്രിയ സഹോദരനോട് പങ്കുവെക്കാനുള്ളത്. നമ്മുടെ ദൈവം തീർച്ചയായിട്ടും നമ്മളുടെ പ്രവർത്തികൾക്ക് ഫലം തരുന്നവനാണ്, വേലയ്ക്ക് കൂലി നൽകുന്നവനാണവൻ. അതുകൊണ്ട് ഇന്നത്തെ പ്രയാസങ്ങൾ മാറിയിട്ട് ജോയി സന്തോഷത്തോടെ പൊക്കൂ. ഇതെല്ലാം പരിഹരിച്ചു കൊണ്ടുവന്ന് ദൈവത്തിന് നമ്മുടെ ബുദ്ധിമുട്ട് അകറ്റാൻ ഒരു വഴിയൊന്നുമില്ല. ദൈവം അനുഗ്രഹം എന്ന് വെച്ചാൽ സമൃദ്ധി അതിൻ്റെ 4 വശത്തൂടെയും കടന്നു വരും. അതുകൊണ്ട് അതേ ഓർത്ത് ഭാരപ്പെടണ്ട, കർത്താവിൽ ആശ്രയിച്ചുകൊള്ളുക, മുന്നോട്ട് പോവുക. എനിക്കൊത്തിരി അനുഭവം ഷെയർ ചെയ്യാറുണ്ട്, പക്ഷേ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുക. കാരണം കർത്താവ് വിശ്വസ്തനാണ്. ക്രൈസ്തവ ദൗത്യം നമ്മൾ നോക്കിയാൽ അബ്രഹാം മുതൽ ഇങ്ങോട്ട് കർഷകരാണ്. ഒത്തിരി പേര് ചരിത്രം മുഴുവൻ അവിടെയാണ് നിൽക്കുന്നത്. ആട് കൃഷിയും അതുപോലുള്ള കൃഷി മേഖലയിലാണ് കർത്താവിൻ്റെ ഊന്നലുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടൊരു വലിയ ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. തമ്പുരാൻ്റെ വയലാണ്. തമ്പുരാൻ എന്താണെന്നത് ഈ മണ്ണ് കർത്താവ് സൃഷ്ടിച്ചതാണ്. അതിനകത്തുനിന്ന് കരഞ്ഞുകൊണ്ടൊന്നും പോകാനിട വരത്തില്ല, ഫലപ്രദമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു മടത്തിൽ ചെന്നപ്പം അവിടുത്തെ മദർ എന്നെ വിളിച്ചുകൊണ്ട് അവരുടെ പറമ്പിലൂടെ ഒന്ന് നടന്നിട്ട് അവർ പറഞ്ഞു, എൻ്റെ ടോമിച്ചാ കണ്ടോ, ഞങ്ങൾ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, പക്ഷേ വിളഞ്ഞു കിടക്കുന്ന പല ഫലവൃക്ഷങ്ങൾ കണ്ടിട്ട് തമ്പുരാൻ തരുന്ന ഞങ്ങൾ ഇതിൻ്റെയൊക്കെ ചൂടെ നടന്ന് പ്രാർത്ഥിക്കും, കൊന്തയില്ലും. അല്ലാതെ ഞങ്ങൾ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ടല്ലോ ഇഷ്ടംപോലെ ഫലം. തീർച്ചയായിട്ടും ജോയിക്ക് ഞാൻ അതൊരു ഉദാഹരണം പറയുക. ഞാൻ എൻ്റെ സഹനങ്ങളിലൊക്കെ എൻ്റെ വരമ്പെ നടന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു ദോഷവും ഇല്ലാതെ തന്നെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ജോയി സങ്കടപ്പെടണ്ട, പൊക്കോളുക, കർത്താവ് കൂടെ ഉണ്ട്. അതുകൊണ്ടൊന്നും ബാകുലപ്പെടേണ്ട. വന്ന നഷ്ടങ്ങളൊക്കെ തികത്തി കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ദൈവം മതിയായവനാണ്, അവൻ കൂടെയുണ്ട്, അവൻ കൈവിടത്തില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥന പ്രത്യേകിച്ച് ടോമിച്ചൻ സൂചിപ്പിച്ചതുപോലെ ഒന്ന് ചെയ്യുക, വിശ്വാസത്തോടു കൂടി വരമ്പത്തോട് നടന്ന് തമ്പുരാനെ ഓർത്ത് ഈ പാഠത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുക. നിമ്മി എന്ന് പറയുന്നു, ജോയിയുടെ സഹനം അത് കർഷകർക്ക് കടബാധ്യതകളാണ് എപ്പോഴും മിച്ചം. അത് എല്ലാവർക്കും ഉള്ളതാണ് എന്ന് പറഞ്ഞപ്പം അതിനോട് പിന്നെ വിഷമിക്കാൻ ഒന്നുമില്ല, ദൈവത്തിൽ സമർപ്പിക്കുക. പിന്നെ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവൻ്റെ സഹനങ്ങളിൽ കൂടി പങ്കുകാരാകാനാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്, അനുഗ്രഹം നമുക്ക് തന്നിരിക്കുന്നത്. അത് ഫിലിപ്പിയർ 1:29 പറയുന്നുമുണ്ട്. സഹനകാരണങ്ങൾ എന്ത് തന്നെ ആവട്ടെ, അത് ദൈവത്തിൽ നിന്ന് തന്നെയാണെന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. പിന്നെ
റോമർ 8:22 പറയുന്നവർക്ക് ദൈവം, അച്ഛൻ പറഞ്ഞല്ലോ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നല്ല പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതെല്ലാം എന്ത് സഹനമാണെങ്കിലും അതെല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും. അതെല്ലാം ഇതിപ്പം പറഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാണ്. സഹനമൊക്കെ നമ്മൾ ദൈവത്തിൽ അർപ്പിക്കുക. എത്ര സഹനമാണെന്ന് പറഞ്ഞാലും അത് ദൈവം ഏറ്റെടുക്കും. നമുക്ക് സഹനങ്ങളെല്ലാം മാറ്റി ദൈവം അത് ഫലദായകമാക്കി തരും. അതിലടിയുറച്ച് ചോദിച്ചാൽ അത് ക്രൈസ്തവൻ്റെ ഒരു മുദ്രയാണ് സഹനം. യേശുവിനോട് അനുരൂപപ്പെടണമെങ്കിൽ നമുക്ക് സഹനം ആവശ്യമാണ് എന്നുള്ളതാണ് നീ പറയുന്നത്. അപ്പോൾ ജോയി, എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ദൈവകോപമോ ഇഷ്ടക്കേടോ അല്ല. അത് മനസ്സിൽ നിന്ന് എടുത്ത് കളയണം. തമ്പുരാൻ കൂടുതൽ ജോയിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിലും പ്രാർത്ഥനയിൽ ടോൺഷൻ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുക. അതുപോലെ നിമ്മി പറഞ്ഞതുപോലെ കർത്താവിനോട് നമ്മളെ അനുരൂപപ്പെടുത്താൻ വേണ്ടി നമുക്ക് ചില സഹനങ്ങൾ തരും. ആ സഹനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ച് ദൈവത്തിന് നന്ദി പറയുക, ഒരിക്കലും കൈവിടുകയില്ല. പ്രത്യാശയോടെ മുന്നോട്ട് പോകണം. ഞങ്ങൾ പ്രാർത്ഥിക്കാം. രണ്ട് കുടുംബത്തെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നല്ലവനും സ്നേഹനിധിയുമായ പൊന്നുതമ്പുരാനെ, ഇന്ന് ഞങ്ങൾ സമർപ്പിച്ച ഗോവിന്ദപ്പണിക്കരെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോയിയെയും ഞങ്ങൾ പ്രത്യേകം സമർപ്പിക്കുന്നു. രണ്ട് വ്യക്തികളെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഗോവിന്ദപ്പണിക്കരുടെ ദുശ്ശീലങ്ങളെല്ലാം മാറ്റിക്കൊടുത്ത് മകനെ വിമുക്തമാക്കണമേ. ജോയിയുടെ വിഷമങ്ങളെല്ലാം മാറ്റി സാമ്പത്തികമായ ഭദ്രത നൽകി ആ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹിക്കുന്ന മക്കളെയും അങ്ങ് ഏറ്റെടുക്കണമേ. അവർക്ക് അങ്ങയുടെ കൃപ ധാരാളമായിട്ട് അങ്ങനെ അവരിലേക്ക് ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673-528. ഇമെയിൽ info@shalomtelevision.com.